ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30 മുതലാണ്. മുമ്പ് ഇരു ടീമുകളും 4 തവണ ഏറ്റുമുട്ടിയപ്പോഴും മഞ്ഞപ്പടയ്ക്ക് ജയിക്കാനായിട്ടില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. 2 നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായിരുന്നു. അതേസമയം മറ്റൊരു മത്സരത്തിൽ രാവിലെ 5:30 മുതൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും. മികച്ച പ്രകടനത്തോടെയാണ് എല്ലാ ടീമുകളും റൗണ്ട് ഓഫ് 32 കടന്നെത്തിയത്. ഇനി പ്രീ ക്വാർട്ടർ, അതായത് റൗണ്ട് 60 ഏത് വമ്പന്മാർക്കും കടുക്കും. ബ്രസീലിന് വെല്ലുവിളി ഉയർത്തിയാണ് പ്രീ ക്വാർട്ടറിൽ നോർവേ ഇറങ്ങുന്നത്. ഇത്തവണയും നോർവേ ടീമിനെ നിസ്സാരമായി കാണാൻ മഞ്ഞപ്പടയ്ക്കാകില്ല. കാരണം 1998 ലോകകപ്പിലെ പ്രാഥമിക റൗണ്ടിലെ തോൽവിയാണ് അന്ന് 2-1 കരുത്തരായ ബ്രസീലിനെ തോൽപ്പിച്ചത്. നോർവേ ചരിത്രത്തിൽ ഇടം നേടി. മറ്റൊന്ന്, ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ടീമാണ് നോർവേ. ഇരു ടീമും 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2ലും നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായി. ഇത്തവണ ഗ്രൂപ്പ് ജേതാക്കളായാണ് ബ്രസീൽ റൗണ്ട് ഓഫ് 32 യോഗ്യത നേടിയിരുന്നത്. അവിടെ നിന്ന് നോക്കൌട്ടിൽ ജപ്പാനുമായുള്ള കടുത്ത പോരാട്ടത്തിനൊടുവിലായിരുന്നു കാനറികളുടെ പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം. ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ആദ്യ ഗോൾ ജപ്പാൻ നേടിയതിന് പിന്നാലെയായിരുന്നു ഏറെ ആരാധകരുള്ള ബ്രസീലിന്റെ തിരിച്ചുവരവ്. ആദ്യ പകുതി ജപ്പാൻ നേടിയ ഒരു ഗോളിൽ അവസാനിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ 2 മടക്കി നൽകിക്കൊണ്ട് ബ്രസീൽ കളിയിൽ മടങ്ങി വരികയായിരുന്നു. അതേസമയം നോർവേ ഐവറി കോസ്റ്റിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്താണ് പ്രീ ക്വാർട്ടറിൽ കടന്നത്. അതേസമയം പുലർച്ചെ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ വീറും വാശിയുമുള്ള കളി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച ഫോമിലുള്ള ആതിഥേയരായ മെക്സിക്കോ ഇക്വഡോറിനെ 2-0 പരാജയപ്പെടുത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മെക്സിക്കോ ഒരു ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം നേടുന്നത്. അതേസമയം ഇംഗ്ലണ്ട് ആവേശകരമായ പോരാട്ടത്തിൽ കോങ്കോയെ 2-1 തോൽപ്പിച്ചാണ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്. മെക്സിക്കോയെ തോൽപ്പിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലോ നോർവേയോ ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. 1966 ഒരേയൊരു തവണ ലോകകപ്പ് നേടിയ ഇംഗ്ലണ്ട് ഈ വർഷം ആ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.